നാടകം മനുഷ്യനുള്ള കാലത്തോളം നിൽക്കുന്നില്ല. ഇപ്പം നമ്മൾ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ മുമ്പിൽ ബഹുമാനം അഭിനയിക്കുക, ഉള്ളിലതില്ല. ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനും ഇതേപോലെ നല്ല ആളായിട്ട് നിങ്ങളെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാനൊക്കെ ചെറിയ കാലത്താവുന്ന സമയത്ത് നമ്മളോരോ കലാസമിതികളുണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്ത്. ഇപ്പോൾ നിങ്ങൾക്കൊന്നും ഭാഗ്യമല്ല. ഓരോരോ പ്രദേശത്ത് ഒരു 10-15 കലാസമിതി ഉണ്ടാവും. അതൊരു പ്രദേശത്തൊരു 15ഓളം നാടകങ്ങൾ വിവിധ ഭാഗത്ത് നാട്ടുകാർ തന്നെ അഭിനയിച്ചിട്ടുള്ള പങ്കെടുക്കും. പക്ഷെ അന്നൊക്കെ ആദ്യം കൊടുക്കുന്ന ചെറിയ രീതിയിൽ ഗാനമേള ഇതൊക്കെ കൊടുത്ത് നാടകത്തിൻ്റെ പേരായിരുന്നു വലുതായിട്ട് ഏറ്റവും എക്സാഗ്രേറ്റ് ചെയ്തിട്ടും ഏറ്റവും ബൂസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്ന നാടകം. പിന്നീട് നമ്മൾ ഇവിടെ വന്ന് ടെലിവിഷൻ വന്നതോടുകൂടി നാടകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഷെയർ കുറഞ്ഞു. പിന്നെയാണ് ഈ നാടകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാള സിനിമ ഉണ്ടായത്. നിങ്ങൾ പഴയ സിനിമ കണ്ടാൽ ഒരു നാടകം ഷൂട്ട് ചെയ്ത പോലെ തന്നെയാണ് നിങ്ങൾക്ക് തോന്നും. കാരണം നാടകത്തിൽ നിന്ന് വന്ന ആളുകളും നാടക പ്രവർത്തകരും അന്നൊരു ക്യാമറയിലേക്ക് ഒരു നാടകം ഷൂട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് ചില സിനിമയിലൊക്കെ ഷീലൊക്കെ ഞെട്ടുന്ന അങ്ങനെയൊക്കെ ഞെട്ടിയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ, അതൊക്കെ നാടകത്തിൽ നിന്ന് കിട്ടിയ സാധനമാണ്.